ഹലോ, ഇന്ന് വാഴക്കൂമ്പ് വെച്ചിട്ട് ഒരു റെസിപ്പിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ വാഴക്കൂമ്പ് നമ്മൾ നല്ലപോലെ അരിഞ്ഞെടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. കറ പോകാനായിട്ട് കുറച്ച് ചൂടുവെള്ളത്തിൽ മഞ്ഞൾപ്പൊടി ഇട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കഴുകിയെടുക്കാം. ഞാൻ ഇത് ചെറിയ ചൂടുള്ള കഞ്ഞിവെള്ളത്തിലാണ് കഴുകി എടുത്തിരിക്കുന്നത്. ശേഷം നമുക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ഇടിച്ച് വെക്കുക. കറിവേപ്പില ആവശ്യമാണ്. ജീരകം ആവശ്യമാണ്. പെരിഞ്ജീരകവും ഉണ്ട്, ചെറിയ ജീരകവും ഉണ്ട്. കടുക് വറുക്കാൻ ആവശ്യമായ മുളക്. കൂടാതെ നമ്മൾ മസാലപ്പൊടികളും എടുത്തു വെച്ചിട്ടുണ്ട്. മസാലപ്പൊടികളിൽ നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി എന്നിവയാണ്. അപ്പോൾ നമുക്ക് കടുക് വറുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞു. ഇതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഒന്ന് മൂപ്പിച്ചെടുക്കുക. കുറച്ച് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. ശേഷം ഇതിലേക്ക് ജീരകം, പെരിഞ്ജീരകവും ചെറിയ ജീരകവുമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇതും ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. മസാലപ്പൊടികൾ ചേർത്ത് കൊടുത്തു. ഇളക്കി യോജിപ്പിക്കുക. പച്ചമണം മാറുന്നത് വരെ ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വാഴക്കൂമ്പ് ചേർത്ത് കൊടുക്കാം. ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം. ശേഷം നമുക്ക് ഇതിനെ ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കണം. അപ്പോൾ അടച്ചു വയ്ക്കാം. ലോ ഫ്ലെയിമിൽ നല്ലപോലെ കിടന്ന് വെന്ത് വരട്ടെ. ഇടയ്ക്ക് ഒന്ന് ഇളക്കി വീണ്ടും നല്ലപോലെ യോജിപ്പിക്കുക. ഇത് ഇവിടെ ഏകദേശം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഒരു 2 മിനിറ്റിന് ശേഷം നമുക്ക് ഇത് അടുപ്പിൽ നിന്നും വാങ്ങാവുന്നതാണ്. അപ്പോൾ ഇത് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. തീ ഓഫ് ചെയ്ത് കൊടുത്തു. വാഴക്കൂമ്പ് കൊണ്ടുള്ള റെസിപ്പി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. വളരെ ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ്. തേങ്ങ ചേർത്തിട്ടില്ല ഞാനിതിൽ, പക്ഷേ തേങ്ങ ചേർക്കാതെയും നമുക്ക് ഇത് വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.